2008 പുറത്തിറങ്ങിയ അയൺമാൻ എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഇതിന്റെ ആദ്യ പാർട്ട് കാണാത്തവർ മുകളിൽ വരുന്ന ഐ കാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് ആദ്യ ഭാഗം കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാൻ ശ്രമിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് അയൺമാൻ വിമാനങ്ങളുമായി ഫൈറ്റ് നടത്തുന്നതും ഇതിനിടെ ഒരു വിമാനം തകർന്ന് അതിലെ പൈലറ്റ് താഴേക്ക് പോകുന്നതും വരെയാണ്. അയാൾക്കാണെങ്കിൽ പാരച്യൂട്ട് ഓണാക്കാൻ കഴിയുന്നില്ല, അത് ജാമായിരിക്കുകയാണ്. ഇതോടെ എല്ലാവരും ആകെ പേടിച്ചിരിക്കുകയും പെട്ടെന്ന് താഴോട്ട് പോയിക്കൊണ്ടിരുന്ന ആ പൈലറ്റിന്റെ നേർക്ക് അയൺമാൻ വരികയും പാഞ്ഞു വന്ന് അയാളുടെ പാരച്യൂട്ട് റെഡിയാക്കി ഓണാക്കി കൊടുക്കുകയും ഇതോടെ എല്ലാവർക്കും ആശ്വാസമാവുകയും ചെയ്യുന്നതോടെ ജെയിംസ് ടോണിയെ വിളിക്കുകയും നീ കാണിച്ചത് എന്തായാലും നന്നായി, അല്ലെങ്കിൽ ഇനി എന്തൊക്കെ നടക്കുമായിരുന്നേനെ. എന്തായാലും വിമാനം തകർന്നു വീണതിനെ പറ്റി എന്ത് പറയണമെന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ പരിശീലനമാണെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറയുകയും അങ്ങനെ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അന്ന് പെപ്പർ ടോണിയുടെ പരീക്ഷണശാലയിലേക്ക് വന്ന് നോക്കുമ്പോൾ അവന്റെ സ്യൂട്ട് റോബോട്ടുകൾ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എന്താ പറ്റിയേ? അതെല്ലാം വെടികൊണ്ടതാണോ? നീ ഇപ്പൊ എന്തൊക്കെയാ ചെയ്യുന്നതെന്നൊക്കെ അവൾ ചോദിക്കുകയും അതൊക്കെ സമയമാകുമ്പോൾ നിന്നോട് പറയാമെന്ന് അവൻ പറയുകയും ചെയ്യുന്നു. അന്ന് ജെയിംസ് പത്രക്കാരോട് ഇന്നലെ പരീക്ഷണ പറക്കലിനിടെ ഒരു വിമാനം തകർന്നു വീണുവെന്നും ഗുൽമിറയ്ക്ക് അടുത്താണ് അത് വീണിട്ടുള്ളതെന്നും പൈലറ്റിന് യാതൊരു പ്രശ്നവുമില്ലെന്നും വാർത്തയിൽ പറയുന്നത് മറ്റയാൾ കേൾക്കുകയും അത് ടോണിയുടെ പണിയായിരിക്കാമെന്ന് അയാൾക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു. അങ്ങനെ അടുത്ത ദിവസം തന്നെ അയാൾ നേരെ മറ്റേ തീവ്രവാദികളെ കാണാൻ ചെന്നിരിക്കുകയാണ്. അയാളാണ് അവർക്ക് ആയുധങ്ങളൊക്കെ കൊടുക്കുന്നത്. അവർ തമ്മിൽ കമ്പനിയാണ്. നേരെ നേതാവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഇത് ടോണി സ്റ്റാർക്ക് തന്ന സമ്മാനമാണെന്ന് പറയുകയും അവനെ കിട്ടിയ ഉടനെ കൊല്ലാനല്ലേ ഞാൻ പറഞ്ഞത്, എന്നിട്ട് വെച്ചോണ്ടിരുന്നോണ്ടാണ് ഇതൊക്കെ കിട്ടിയത്. അവനുണ്ടാക്കിയ ആ സ്യൂട്ട് ഒന്ന് കാണിക്കാൻ അയാൾ പറയുകയും അങ്ങനെ അത് കാണിക്കാനായി അയാളെയും കൊണ്ട് ഒറ്റയ്ക്ക് നേരെ അവിടുത്തെ ടെന്റിന്റെ അകത്തേക്ക് അവർ കയറി ചെല്ലുന്നു. ടോണി ഉണ്ടാക്കിയ ആ സ്യൂട്ട് അവർ റെഡിയാക്കി അവിടെ വെച്ചിരിക്കുകയാണ്. അവനൊരു വല്ലാത്ത മിടുക്കൻ തന്നെ, അസാധ്യ ഐറ്റമാണ് അവൻ ഉണ്ടാക്കിയത്. അവനെ കൊന്നിട്ട് അവന്റെ സാമ്രാജ്യം ഒറ്റയ്ക്ക് കീഴടക്കാനല്ലേ നിങ്ങളും നോക്കി നടക്കുന്നത്? നമ്മുടെ രണ്ടുപേരുടെയും ശത്രു ഒന്ന് തന്നെയാണ്. അവനുണ്ടാക്കിയ ഈ സാധനം വെച്ചിട്ട് ഈ ലോകം തന്നെ കീഴടക്കാൻ പറ്റും. അതുകൊണ്ട് എനിക്കും ഇതുപോലത്തെ സാധനങ്ങൾ വേണം. ഞാനിത് നിങ്ങൾക്ക് തരാം. അത് തരണമെങ്കിൽ നിങ്ങൾ ഇതുപോലത്തത് എനിക്ക് ഉണ്ടാക്കി തരണം. സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ അടുത്തേക്ക് വന്ന് ഒരു ഡിവൈസ് അവന്റെ ചെവിയുടെ അടുത്തേക്ക് പിടിക്കുകയും ഇതോടെ അവന് അനങ്ങാൻ പറ്റാതെ ആകെ കിളിപോയിരിക്കുകയും ചെയ്യുന്നു. പേടിക്കണ്ട, ഇത് 15 മിനിറ്റ് നേരത്തേക്ക് ഉണ്ടാവും, അത് കഴിഞ്ഞ് നീ പഴയതുപോലെ ആയിക്കോളും എന്ന് പറഞ്ഞ് അയാൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ഇവിടെയുള്ള ആയുധങ്ങളും ആ സ്യൂട്ടും സാധനങ്ങളും എല്ലാം പെട്ടിയിലാക്ക്, എന്നിട്ട് ഇവന്മാരെല്ലാം തീർത്തേക്കാൻ പറയുന്നു. അവർ ഓൾറെഡി അവിടെയുള്ള എല്ലാ എണ്ണത്തിനെയും പിടിച്ചു വെച്ചിരിക്കുകയാണ്. വണ്ടിയിൽ കയറിയ ശേഷം അയാൾ നേരെ കമ്പനിയിലേക്ക് വിളിക്കുകയും അവിടുത്തെ സീക്രട്ട് റൂം റെഡിയാക്കി വെച്ചോ, ടോപ്പ് എഞ്ചിനീയർമാരെയും എനിക്ക് വേണം, ഞാനൊരു സ്യൂട്ട് അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്, അതുപോലത്തെ കിടിലൻ സാധനം എനിക്ക് ഉണ്ടാക്കണമെന്ന് അയാൾ പറയുന്നു. അന്ന് ടോണി വർക്കിംഗ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ പെപ്പർ അവിടേക്ക് വരികയും നിനക്ക് ഇന്നൊരു ജോലിയുണ്ട്, നേരെ എന്റെ ഓഫീസിലേക്ക് പോകണം, എന്നിട്ട് മെയിൻ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്ത് എവിടേക്കൊക്കെ സാധനങ്ങൾ അയച്ചിട്ടുണ്ടെന്നും മറ്റ് ഡീറ്റെയിൽസുകളും എല്ലാം ഇതിലേക്ക് കോപ്പി ചെയ്യണം. എല്ലാം പാസ്വേഡ് പ്രൊട്ടക്റ്റും എൻക്രിപ്റ്റഡും ഒക്കെ ആയിരിക്കും, പക്ഷെ അതെല്ലാം ഈ ഡിവൈസ് വെച്ച് തന്നെ ഒപ്പിക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ ഇത് വെച്ച് എന്ത് ചെയ്യാനാ നിന്റെ പ്ലാൻ എന്ന് അവൾ ചോദിക്കുകയും അവർ നിയമവിരുദ്ധമായി ആയുധം വിറ്റുകൊണ്ടിരിക്കുകയാണ്, എനിക്കതെല്ലാം കണ്ടുപിടിച്ച് നശിപ്പിക്കണമെന്ന് പറയുമ്പോൾ നീ കാണിക്കുന്നതൊന്നും അത്ര റെഡിയല്ല, ആയുധം വിൽക്കുന്ന കമ്പനിയാണ് നമ്മുടേത്, അതിനെ നശിപ്പിക്കുന്ന ഇതുപോലത്തെ പരിപാടികൾക്കൊന്നും ഞാൻ കൂട്ടുവയ്ക്കില്ല എന്നൊക്കെ അവൾ പറയുമ്പോൾ എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ നീയും എന്നെ വിട്ടിട്ട് പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇത് ചെയ്യുന്നതിലൂടെ നീ തന്നെ സ്വയം അപകടം വിളിച്ചു വരുത്തുവാണ്, ഇതൊക്കെ അവരറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിനക്ക് അപകടം സംഭവിക്കും, നിന്നെ കൊല്ലുന്നതിൽ കൂട്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ലെന്ന് അവൾ പറയുകയും ഞാൻ ജീവനോടെ ഇരിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല, ഓൾറെഡി ആളുകളെല്ലാം കൊല്ലാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കി പലരുടെയും കയ്യിൽ കൊടുത്തിട്ട് ആളുകൾ നരകിച്ച് ജീവിക്കുമ്പോൾ ഞാനിവിടെ സുഖിച്ചിട്ട് എന്താ കാര്യം, ഞാനിപ്പോ ചെയ്യുന്നത് തന്നെയാണ് ശരിയെന്നൊക്കെ അവൻ പറയുകയും ഇത് കേട്ട് അവൾ അവിടേക്ക് വന്ന് ആ ഡിവൈസ് എടുക്കുകയും അതിന് തയ്യാറാവുകയും ചെയ്യുന്നു. അങ്ങനെ അന്ന് ആരും കാണാതെ അവൾ നേരെ ടോണിയുടെ ഓഫീസിലേക്ക് ചെല്ലുകയും അവിടെ എങ്ങും ആരുമില്ലെന്ന് ഉറപ്പാക്കിക്കൊണ്ട് അവിടെ സിസ്റ്റത്തിലേക്ക് ഇരുന്ന ശേഷം അതിലെ സെക്യൂരിറ്റി എല്ലാം ബ്രീച്ച് ചെയ്യാനായി മറ്റേ ഡിവൈസ് എടുത്ത് കുത്തുകയും അങ്ങനെ അതിനുള്ളിലേക്ക് ആക്സസ് ലഭിച്ച ശേഷം ഓരോ സ്ഥലത്തേക്കും അയച്ച ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും എടുത്തു നോക്കുമ്പോൾ ഒരു രഹസ്യ അറയിൽ പ്രത്യേക രീതിയിലുള്ള സ്യൂട്ട് ഉണ്ടാക്കുന്നുണ്ടെന്ന് മനസ്സിലാവുകയും മറ്റൊരെണ്ണം എടുത്തു നോക്കുമ്പോൾ അതിൽ തീവ്രവാദികൾ ടോണിയെ പിടിച്ചു വെച്ച് മറ്റേ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ്. അതെന്താണെന്ന് അറിയാനായി അവൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒബാഡിയയ്ക്ക് അവർ അയച്ച വീഡിയോ ആണത്. ടോണി സ്റ്റാർക്കിനെ കൊല്ലാനായിരുന്നു നിങ്ങൾ കാശ് തന്നെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ലായിരുന്നു, ആരാണെന്ന് അറിയാത്തത് കൊണ്ടാണ് ചെറിയ എമൗണ്ടിന് നമ്മൾ തയ്യാറായത്, പക്ഷേ ഇതുപോലുള്ള ഒരു വ്യക്തിയെ കൊല്ലണമെങ്കിൽ കൂടുതൽ പണം തരേണ്ടി വരുമെന്നുള്ള ഒരു വീഡിയോ ആണ് അതിലുള്ളത്. ഇതോടെ ഒബാഡിയ നടത്തുന്ന എല്ലാ ഡീറ്റെയിൽസും അവൾ പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്യാൻ ഇട്ടിരിക്കുകയാണ്. ഉടൻ ഒബാഡിയ അവിടേക്ക് കയറി വരികയും ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ട് അവൾ ആകെ പേടിച്ച് അയാൾ അറിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുമെങ്കിലും അവൾ കോപ്പി ചെയ്യുന്ന കാര്യമൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് മനസ്സിലാവുകയും ടോണി സ്റ്റാർക്കിനെ പറ്റിയും മറ്റു കാര്യങ്ങളെ പറ്റിയുമൊക്കെ അയാൾ സംസാരിക്കുന്നത് കേട്ട് അയാളൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് മനസ്സിലാക്കി അപ്പോൾ തന്നെ അവൾ സിസ്റ്റത്തിൽ സ്ക്രീൻ സേവർ ഓണാക്കി വെക്കുകയും അതോടൊപ്പം മറ്റേ പെൻഡ്രൈവ് ഒരു പത്രം വെച്ച് മറച്ചു കളയുകയും ചെയ്യുന്നു. ടോണിക്കിപ്പോ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, മെന്റലി നല്ല ഡൗൺ ആണ്, അതുകൊണ്ട് നീ ഇനി അവന്റെ കൂടെ നിന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല, നീ കഴിവുള്ള കുട്ടിയാണ്, വേണമെങ്കിൽ എന്റെ കൂടെ കൂടിക്കൊള്ളാൻ പറയുമ്പോൾ ടോണിക്ക് കുഴപ്പമൊന്നുമില്ല, അത് അവിടെ നടന്ന സംഭവങ്ങളുടെ ഷോക്കാണ്, കുറച്ച് കഴിയുമ്പോൾ അത് മാറിക്കൊള്ളുമെന്നൊക്കെ അവൾ
അവൾ പറയുകയും അധികം നിൽക്കാൻ സമയമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അയാൾ കാണാതെ പെൻഡ്രൈവും പത്രവും ഊരിയെടുത്ത് പോവുകയും ചെയ്യുന്നു. അത് ഇന്നത്തെ പത്രമാണോ എന്ന് അയാൾ ഉടൻ ചോദിക്കുമ്പോൾ അവൾ ഞെട്ടിപ്പോവുകയും എന്നാൽ സാധാരണഗതിയിൽ തന്നെ അയാൾ വന്ന് അതെനിക്കൊന്ന് വേണം, ഇന്നത്തെ കാര്യമൊന്നും നോക്കിയില്ലെന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങുകയും ചെയ്യുന്നു. എന്നാൽ അവൾക്ക് എന്തൊക്കെയോ പന്തികേടുള്ളതുപോലെയൊക്കെ അയാൾക്ക് തോന്നുകയും ഇതോടെ സംശയം തോന്നിക്കൊണ്ട് അയാൾ നേരെ ചെന്ന് കമ്പ്യൂട്ടർ ഓണാക്കി നോക്കുമ്പോൾ എല്ലാം അടിച്ചോണ്ട് പോയിട്ടുണ്ടെന്ന് മനസ്സിലാവുകയും അയാൾ പിറകെ ചെല്ലുകയും ചെയ്യുന്നു. അവൾ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ മറ്റേ ഷീൽഡിന്റെ ഏജന്റ് അവിടെ ഇരിക്കുകയും അദ്ദേഹത്തെ കാണുന്ന കാര്യം എന്താ എന്ന് പറയുമ്പോൾ അത് റെഡിയാക്കാം, നിങ്ങൾ എന്റെ കൂടെ ഇപ്പൊ വരാൻ പറഞ്ഞ് അയാളെയും വിളിച്ച് കൂടെ ചെല്ലുകയും ഒബാഡി ഇത് നോക്കിക്കൊണ്ട് നിൽക്കുകയും ചെയ്യും. അന്ന് അയാൾ നേരെ മറ്റേ സ്യൂട്ട് ഉണ്ടാക്കുന്ന സ്ഥലത്ത് എഞ്ചിനീയർമാരുടെ അടുത്തേക്ക് ചെല്ലുകയും എനിക്ക് ആ സ്യൂട്ട് വർക്ക് ചെയ്യിക്കണമെങ്കിൽ അതിന് ഈ റിയാക്ടറിന്റെ മിനിയേച്ചർ പതിപ്പായ ആ ഹാർട്ട് വേണം, അത് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി തരാൻ പറയുമ്പോൾ അത് ഉണ്ടാക്കാൻ നമ്മൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ലെന്ന് പറയുമ്പോൾ ടോണി സ്റ്റാർക്ക് ആ ഗുഹയ്ക്കകത്ത് വെച്ച് കുപ്പത്തൊട്ടിയിലെ സാധനങ്ങൾ വെച്ചിട്ടാണ് ആ ഹൃദയത്തെ കടുപ്പിച്ചിട്ടുള്ള റിയാക്ടർ ഉണ്ടാക്കിയത്, അതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി തരാൻ മാത്രമേ ചോദിക്കുന്നുള്ളൂ എന്നൊക്കെ അവൻ പറയുമ്പോൾ അയാളെ പോലെ നമ്മളെ കൊണ്ട് പറ്റില്ലെന്നൊക്കെ അവർ പറയുന്നു. അന്ന് രാത്രി ടോണി ഇതൊന്നും അറിയാതെ ഹാളിൽ വന്നിരിക്കുമ്പോൾ പെപ്പർ കോൾ ചെയ്യുന്നതായി കാണുകയും അവൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ടോണി ഒബാഡിയെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞ് അവൾ സംസാരിക്കുന്നുണ്ടെങ്കിലും അവനെ ഒബാഡിയ അപ്പോഴേക്കും കോമയിലാക്കി മയക്കി അവിടെ കിടത്തിയിരിക്കുകയാണ്. ഈ സാധനം നിനക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, ഇതിന് ഗവൺമെന്റ് അപ്രൂവൽ കൊടുക്കാഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തിയ പ്രൊജക്റ്റാണ്, എന്തായാലും ഇതിന് ഇങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ടായി. അവള് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരാം, നിന്നെ ഞാൻ കൊല്ലാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതിനെപ്പറ്റി പറയാനാണ് അവൾ വിളിക്കുന്നത്. എന്തായാലും നീ ഉണ്ടാക്കിയ ഈ റിയാക്ടർ ഉണ്ടെങ്കിലേ എനിക്ക് എന്റെ പുതിയ സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യിക്കാൻ പറ്റൂ, നമ്മളെ എഞ്ചിനീയർമാർ വിചാരിച്ചിട്ട് നടക്കുന്നില്ല, അതുകൊണ്ട് ഈ സാധനം ഞാനങ്ങ് കൊണ്ടുപോവുകയാണ്, ഇത് പോയി കഴിയുമ്പോൾ നിനക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമല്ലോ, കുറച്ച് കഴിയുമ്പോൾ തന്നെ നീ മരിച്ചു പോകും. നിന്റെ അച്ഛൻ ഒരുപാട് ആയുധങ്ങൾ ഉണ്ടാക്കാൻ സഹായിച്ച ആളാണ്, നീ വിചാരിക്കുന്നത് പോലെ അങ്ങേരും വിചാരിച്ചിരുന്നെങ്കിൽ ഈ ലോകത്തിന്റെ അവസ്ഥ എന്താവുമായിരുന്നു. എന്തായാലും ഈ സാധനം അടിപൊളിയായിട്ടുണ്ട്, ഇനി ന്യൂ ജനറേഷൻ ആയുധങ്ങളുടെ എല്ലാം ഹൃദയമാണിത്, ഇത് വെച്ച് ഞാനൊരു കലക്ക് എന്നൊക്കെ പറഞ്ഞ് അയാൾ അതുമായി അവിടെ നിന്ന് പോകുന്നു. ഈ സമയം പെപ്പർ ഏജന്റുമാരോടൊപ്പം ഇറങ്ങി വരികയും ജെയിംസിനെ വിളിച്ച് ഞങ്ങൾ ഒബാഡിയെ അന്വേഷിക്കാൻ പോവാണ്, ഞാനിപ്പോ ടോണിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവന്റെ അനക്കമൊന്നുമില്ല, അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്, ആ ഒബാഡിയെ അയാളെ കൊല്ലാൻ നോക്കിയതാണ്, അതുകൊണ്ട് നീ ഒന്ന് ടോണിയുടെ വീട്ടിലേക്ക് ചെന്ന് നോക്കാൻ പറയുകയും അങ്ങനെ അവൻ അപ്പൊ തന്നെ ടോണിയുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്യും. ഈ സമയം ടോണി ആണെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും നടന്ന് വർക്കിംഗ് സ്റ്റേഷനിലേക്ക് വരികയും അവൻ നശിപ്പിക്കാൻ പറഞ്ഞ മറ്റേ സാധനം അവിടെ ഇരിക്കുന്നത് കണ്ട് എങ്ങനെയെങ്കിലും ഹാർട്ടിലേക്ക് എടുത്തു വെക്കാൻ നോക്കുമെങ്കിലും അവനെ കൊണ്ട് തീരെ പറ്റുന്നില്ല. ഒരുവിധം അവിടേക്ക് ചെന്ന് അതെങ്ങനെയെങ്കിലും എടുക്കാൻ ശ്രമിക്കുമെങ്കിലും പറ്റാതെ അവൻ തളർന്ന് വീണിരിക്കുകയാണ്. ഇതോടെ മരിക്കാൻ വേണ്ടി കിടക്കുന്നതിനിടെ അവന്റെ റോബോട്ട് അതെടുത്ത് അവന്റെ കയ്യിലേക്ക് കൊണ്ടു കൊടുക്കുകയും താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് അവനത് പൊട്ടിച്ച് ഹാർട്ടിൽ വെക്കുകയും ചെയ്യും. അപ്പോഴേക്കും ടോണി അന്വേഷിച്ച് ജെയിംസ് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെയെങ്ങും കാണാത്തത് കൊണ്ട് അവൻ നേരെ ഇറങ്ങി വർക്കിംഗ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ അവൻ മറിഞ്ഞു വീണ് കിടക്കുകയാണ്. അവൻ ടോണിയെ വിളിച്ചു നോക്കുമ്പോൾ പെപ്പറിന് അപകടമാണ്, അവൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ ചില ഏജന്റുമാരുടെ കൂടെയുണ്ട്, അവർ ഒബാഡിയെ അറസ്റ്റ് ചെയ്യാൻ പോവാണെന്ന് പറയുമ്പോൾ അതിലൊന്നും കാര്യമില്ല, അവർ അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് അവൻ പറയുന്നു. ഈ സമയം ഒബാഡിയെ ആണെങ്കിൽ അയാൾ പുതുതായി ഉണ്ടാക്കിയ സ്യൂട്ടിന്റെ അടുത്തേക്ക് ചെല്ലുകയും അത് ഓൺ ആക്കാൻ വേണ്ടി പവർ കൊടുക്കുന്ന ആ ടോണി സ്റ്റാർക്കിന്റെ ഹാർട്ട് അതിലേക്ക് കണക്ട് ചെയ്യുകയും അത് വെച്ച് അതിനെ ഓൺ ആക്കി ക്ലിയർ ചെയ്യുകയും ചെയ്യും. അപ്പോഴേക്കും പെപ്പറും ഏജന്റുമാരും കൂടി കമ്പനിയിൽ എത്തുകയും അവളുടെ കാർഡ് വെച്ച് അതിനുള്ളിലേക്ക് കയറി ഒബാഡിയയുടെ വർക്ക് നടത്തുന്ന ആ രഹസ്യ അറയിലേക്ക് ചെന്ന് കയറാൻ നോക്കുമെങ്കിലും ലോക്ക് അഴിക്കാൻ പറ്റുന്നില്ല. ഇതോടെ അവർ ഒരു സാധനം എടുത്ത് ലോക്കിലേക്ക് ഘടിപ്പിക്കുകയും അവിടെ നിന്ന് എല്ലാവരും കൂടി മാറി നിൽക്കുമ്പോൾ അത് പൊട്ടി ലോക്ക് അഴിയുകയും ചെയ്യുന്നു. ഇത് ഒബാഡിയ കാണുകയും അയാൾ അപ്പോൾ തന്നെ സ്യൂട്ടിലേക്ക് കയറാൻ നോക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും അവരെല്ലാവരും ഉള്ളിലേക്ക് കയറുകയും ഒബാഡിയ എവിടെയുണ്ടെന്ന് നോക്കി നടക്കുകയും ചെയ്യുന്നു. എന്നാൽ അവിടെയെങ്ങും അയാളെ കാണുന്നില്ല. ഈ സമയം ടോണി ആണെങ്കിൽ സ്യൂട്ടൊക്കെ ഇട്ട് അവിടേക്ക് പോകാൻ റെഡി ആവുകയാണ്. ഇത് കിട്ടില്ല സാധനം തന്നെ കേട്ടോ എന്ന് ജെയിംസ് പറയുമ്പോൾ അവൻ റെഡി ആവുകയും ഞാൻ എന്റെ മിഷൻ തീർത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് നേരെ ഒബാഡിയെ തിരക്കി പോവുകയും ചെയ്യും. ഇത് കണ്ട് എന്റെ മോനെ കിടു സാധനം എന്ന് പറഞ്ഞുകൊണ്ട് ജെയിംസ് നോക്കി നിൽക്കുകയാണ്. ഇതിനിടെ അതുപോലത്തെ മറ്റൊരെണ്ണം അപ്പുറത്തുണ്ടാക്കുന്നത് കാണുകയും എനിക്കും ഒരു അവസരം കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഈ സമയം ഷീൽഡ് ഏജന്റുമാർ അവിടെ മുഴുവൻ ഒബാഡിയെ അന്വേഷിച്ച് നടക്കുകയാണ്. എന്നാൽ അവിടെ എങ്ങും തന്നെ അയാളെ അവർക്ക് കാണാൻ കഴിയുന്നില്ല. ഇതിനിടെ പെപ്പർ നടന്നു ചെന്ന് നോക്കുമ്പോൾ അവിടെ എന്തോ ഉള്ളതുപോലെ തോന്നുകയും എന്താണെന്ന് മനസ്സിലാവാതെ അവൾ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അയാൾ പുതിയ സ്യൂട്ടിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് കണ്ട് അവൾ അവിടെ നിന്ന് ഓടുകയും അവിടെയുള്ള എല്ലാവരെയും അടിച്ച് തകർത്തുകൊണ്ട് അവളുടെ പിറകെ പാഞ്ഞു വരികയും ചെയ്യുന്നു. അപ്പോഴേക്കും അവൾ പുറത്തേക്ക് കടന്നിരിക്കുകയാണ്. ഇതിനിടെ അവിടേക്ക് പാഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ടോണി സ്യൂട്ടിനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതിലിപ്പോ 48% പവർ മാത്രമേ ഉള്ളൂ, അത് വെച്ച് ഒരുപാട് നേരമൊന്നും വർക്ക് ചെയ്യിക്കാൻ പറ്റില്ലെന്നൊക്കെ പറയുന്നത് കേൾക്കുകയും ഇതിനിടെ പുറത്തെത്തുന്ന പെപ്പർ ടോണിയെ ഫോണിൽ വിളിക്കുകയും ഒബാഡിയുടെ തലയ്ക്ക് വട്ടായി, അയാളിപ്പോ എന്തൊക്കെയാ ചെയ്യുന്നതെന്നറിയില്ല, പുതിയ സ്യൂട്ടൊക്കെ ഉണ്ടാക്കി മൊത്തം തകർക്കുവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും അയാൾ പിന്നിലൂടെ തറ മുഴുവൻ പൊളിച്ച് അടിയിൽ നിന്ന് മുകളിലേക്ക് കയറി വരികയും അവളുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് ഇനി നിന്റെ ആവശ്യമില്ല, അവനെ സഹായിക്കുന്നത് നീയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കൊല്ലാൻ റെഡി ആവുമ്പോഴേക്കും അയൺമാൻ മുകളിൽ നിന്ന് പാഞ്ഞു വന്ന് അവനെ ഇടിച്ച് തറ മുഴുവൻ പൊളിച്ച് മറ്റൊരു റോഡിലൂടെ തെറിച്ച് ഹൈവേയിൽ വീഴുകയും
ശേഷം മറ്റവൻ എങ്ങനെയെങ്കിലും എഴുന്നേൽക്കുമ്പോൾ ഒരു കാറ് പാഞ്ഞു വന്ന് മുന്നിൽ ഇയാളെ കണ്ട് അടുത്ത് കൊണ്ടുവന്ന് ചവിട്ടി നിർത്തുമ്പോഴേക്കും അവൻ ആ വണ്ടി തൂക്കിയെടുത്ത് അയൺമാനെ ഇടിക്കാൻ പോവുകയും മര്യാദയ്ക്ക് അവരെ വെറുതെ വിടാനൊക്കെ പറയുമെങ്കിലും അവൻ കേൾക്കുന്നില്ല. ഇതോടെ അവൻ പവർ മുഴുവൻ ചെസ്റ്റിലെ റിയാക്ടറിൽ കൊണ്ടുവന്ന് ഒരടി അടിക്കുകയും കാറ് പിടിച്ച ശേഷം എങ്ങനെയെങ്കിലും അവരെ പതിയെ താഴെ വെക്കാൻ നോക്കുമ്പോൾ അവര് ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി പാഞ്ഞ് അവനെ ഇടിച്ചെടുത്തുകൊണ്ട് പോവുകയും തറയിൽ പിടിവിട്ട് വീഴുന്നതോടെ നേരക്കി എടുത്ത് തകർന്ന് പോവുകയും ചെയ്യുന്നു. ഇതോടെ ഒബാഡിയ വീണ്ടും അവന്റെ നേർക്ക് വരികയും നല്ല ഫൈറ്റ് നടക്കുകയും ചെയ്യുന്നു. ആളുകളെല്ലാം ആകെ പരിഭ്രാന്തരായിരിക്കുകയാണ്. ഇതിനിടെ ഹൈവേയിൽ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് കണ്ട് അവർ എമർജൻസി ബാക്കപ്പ് വിളിക്കാൻ പോകുമ്പോൾ ജെയിംസ് കട്ട് ചെയ്ത് കളയുകയും ഇത് പട്ടാളത്തിന്റെ ട്രെയിനിങ് എക്സസൈസ് ആണെന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും അവിടെയാണെങ്കിൽ അയൺമാനും വില്ലനും തമ്മിൽ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. കമ്പനിയെ തകർക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല, എനിക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഞാൻ ബിസിനസ് ചെയ്യും, അതിനെതിരെ നിൽക്കുന്നവന്മാരെയൊക്കെ തീർക്കുമെന്ന് പറഞ്ഞ് അവനെ എടുത്ത് എറിയുകയും ശേഷം അവൻ വീണ സ്ഥലത്തേക്ക് മിസൈൽ അടിച്ചു വിട്ട് എല്ലാം കൂടെ തകർക്കുമെങ്കിലും അവന് ഒന്നും പറ്റാതെ തെറിച്ച് ചെന്ന് നിൽക്കുകയും ഓ തീയിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതും നിന്റെ ആർമറിലുണ്ടോ, പറന്നു നിന്നാൽ എനിക്ക് പിടിക്കാൻ കഴിയില്ലെന്ന് നീ വിചാരിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ സ്യൂട്ടിൽ നിന്നും തീ വിട്ട് പറക്കാൻ തുടങ്ങുകയും അയ്യോ എങ്കിൽ പണി കിട്ടി. പെട്ടെന്ന് മാക്സിമം ഉയരത്തിലേക്ക് പോകാൻ അവൻ സ്യൂട്ടിനോട് പറയുന്നതോടെ അവൻ മുകളിലേക്ക് പോവുകയും മറ്റവൻ പിറകെ ചെല്ലുകയും ചെയ്യുന്നു. അങ്ങനെ അയൺമാൻ വളരെ വേഗത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മറ്റവനും പാഞ്ഞ് പിറകെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. 11% പവർ കൂടിയേ ഉള്ളൂ, ഇനി അധികം പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നൊക്കെ സ്യൂട്ട് പറയുമ്പോൾ കുഴപ്പമില്ല പോട്ടെ പോട്ടെ, ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ മാക്സിമം ഉയരത്തിൽ പോകണമെന്ന് പറഞ്ഞ് അവർ പാഞ്ഞു പോവുകയും പോകുന്നതിനിടെ പിറകെ വന്ന് മറ്റവൻ അയൺമാനെ കയറി പിടിച്ച് ഇറക്കി വെക്കുകയും എന്റെ സ്യൂട്ടിനാണ് കൂടുതൽ ശക്തിയെന്ന് അവൻ പറയുമ്പോൾ ആയിരിക്കും, പക്ഷേ ഈ ഐസിംഗ് പ്രോബ്ലം നീ എങ്ങനെ പരിഹരിക്കുമെന്ന് പറയുകയും അപ്പോഴേക്കും ഐസ് കയറിയിട്ട് അവന്റെ സ്യൂട്ട് ഓഫ് ആവുകയും അയൺമാൻ തലയ്ക്ക് അടിച്ച് താഴേക്ക് വിടുകയും ചെയ്യുന്നു. ഇതോടെ അവൻ മറിഞ്ഞ് താഴേക്ക് വീണിരിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും ടോണിയുടെ പവറും തീരുകയും അവനും ഒരുവിധം താഴേക്ക് ഓഫായി ഓണായി നിന്ന് നേരെ എങ്ങനെയെങ്കിലും ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ വന്ന് വീഴുന്നു. ഇതോടെ അവൻ അതൊക്കെ അഴിച്ചു കളയാൻ ശ്രമിക്കുമ്പോൾ മറ്റവൻ പിറകിൽ വരികയും അവൻ അടിക്കാൻ ശ്രമിക്കുമെങ്കിലും കയ്യിൽ സാധനമില്ല. ഇതോടെ അടികൊണ്ട് വീഴുകയും അവൻ ഉള്ളതൊക്കെ വെച്ച് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവന്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. നോക്കുമ്പോൾ മിസൈലും കാര്യങ്ങളും ഒന്നും വർക്ക് ചെയ്യുന്നതുമില്ല. ഇതോടെ അവൻ ആകെയുള്ള ഫ്ലെയർ ചട്ടപ്പട്ടെ അടിച്ചു വിടുകയും എങ്ങനെയെങ്കിലും അവന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇതോടെ ടോണി എവിടെ പോയെന്ന് മനസ്സിലാവാതെ അവൻ നിൽക്കുകയാണ്. അവനാണെങ്കിൽ അപ്പുറത്ത് ഒളിച്ചു നിൽക്കുകയും ശേഷം നേരെ പെപ്പറിനെ കോൾ ചെയ്ത് ഇനി എനിക്ക് ഈ സ്യൂട്ട് വെച്ച് വലുതായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല, നീ വേണം ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, താഴെയുള്ള ആ റിയാക്ടറിന് ഓവർലോഡ് കൊടുത്ത് അവനെ തകർക്കണം, അവനിപ്പോ അതിന്റെ മുകളിലാണ് നിൽക്കുന്നതെന്നൊക്കെ പറയുകയും ഞാനിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ സെൻട്രൽ കൺസോളിലേക്ക് പോയി മാസ്റ്റർ ബട്ടൺ അമർത്തണം, അതോടെ ഈ സ്ഥലം മൊത്തം കത്തി ചാമ്പലായി പൊക്കോളുമെന്ന് പറയുകയും ഇത് കേട്ട് അവൾ പതിയെ അകത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു. നീ പെട്ടെന്ന് എങ്ങനെയെങ്കിലും ചെയ്യണം, അതുവരെ ഞാൻ ഇവനെ പിടിച്ചു നിർത്തിക്കൊള്ളാമെന്ന് പറയുകയും അങ്ങനെ അവൾ നേരെ ചെന്ന് അവിടെയുള്ള പവറുകളെല്ലാം ക്ലോസ് ചെയ്യുകയും മാസ്റ്റർ ബട്ടൺ അമർത്താൻ റെഡി ആവുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ടോണി ആണെങ്കിൽ അവനിത് അറിയാതിരിക്കാൻ വേണ്ടി മുകളിലേക്ക് ചെന്ന് കയറുകയും അവന്റെ സർക്യൂട്ട് ബോർഡ് മുഴുവൻ വലിച്ചിളക്കി കളയുമ്പോൾ അവന്റെ മാസ്കിലൂടെയുള്ള കണക്ഷൻ മൊത്തം നിൽക്കുകയും ഒന്നും കാണാൻ കഴിയാതെ ആവുന്നതോടെ അവൻ ടോണിയെ വലിച്ച് ദൂരേക്ക് എറിഞ്ഞ ശേഷം ആ സ്യൂട്ടിന്റെ ഫേസ് ഓപ്പൺ ചെയ്യുന്നു. നിന്റെ തല എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ഇതുപോലെ നിന്നെയും ഞാൻ തീർക്കുമെന്ന് പറയുകയും അവനാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ ഇരിക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും മറ്റവളാണെങ്കിൽ എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടെ ഒബാഡിയ ടോണിയുടെ നേർക്ക് തിരിയുകയും അവനാണെങ്കിൽ ഒരു ഗ്ലാസിന്റെ മുകളിലേക്ക് എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് നിൽക്കുമ്പോഴേക്കും അയാൾ അവനെ ചട്ടപ്പട്ടെ വെടിവെക്കുകയും അവനത് തടയുമെങ്കിലും അവിടുത്തെ ഗ്ലാസ് പൊട്ടി താഴേക്ക് പോകാനായി തൂങ്ങി നിൽക്കുകയും ചെയ്യുന്നു. എങ്ങനെയെങ്കിലും താഴെ പോകാതെ പിടിച്ചു നിൽക്കുമെങ്കിലും അയാൾ അവനെ താഴെ ഇടാനായി അവിടുത്തെ ഗ്ലാസ് മുഴുവൻ വെടിവെച്ച് പൊട്ടിക്കുകയും അവൻ തൂങ്ങിക്കിടക്കുന്നത് മറ്റവൾ കാണുകയും ചെയ്യുന്നു. ഇനി നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ലടാ, ഞാൻ എന്തായാലും ഈ സാധനം ഉണ്ടാക്കിയത് നിന്റെ കഴിവ് കൊണ്ടാണ്, ആ സാധനം വെച്ച് തന്നെ ഞാൻ നിന്നെ കൊല്ലാൻ പോവുകയാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ബട്ടൺ അമർത്താൻ അവൻ വിളിക്കുകയും ഇപ്പൊ അമർത്തിയ നീ മരിക്കില്ലേ എന്ന് ചോദിക്കുമെങ്കിലും അമർത്തടി അങ്ങോട്ടെന്ന് അവൻ വിളിക്കുകയും മറ്റവൻ വെടിവെക്കാൻ വരുമ്പോഴേക്കും അവൾ അത് അമർത്തുന്നതോടെ എല്ലാം കൂടി റിയാക്ടറിൽ നിന്ന് പവർ മുകളിലേക്ക് തെറിക്കുകയും ഇതോടെ നേരെ മുകളിൽ നിന്ന് ഒബാഡിയയ്ക്ക് നല്ല ഷോക്ക് കിട്ടുകയും ടോണി തെറിച്ചു പോവുകയും ചെയ്യുന്നു. അതെല്ലാം തകർന്ന് ചാമ്പലാവുന്നതോടെ ഒബാഡിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവുകയും അയാൾ നേരെ അവിടെ നിന്ന് മറിഞ്ഞ് താഴേക്ക് ചെന്ന് വീണ് ആ റിയാക്ടറിനുള്ളിൽ കയറി കത്തി അത് മൊത്തത്തിൽ പൊട്ടിത്തെറിച്ച് ചാമ്പലായി പോകുന്നു. ടോണി ആണെങ്കിൽ അപ്പുറത്ത് അനക്കമില്ലാതെ കിടക്കുകയാണ്. അതോടുകൂടി എല്ലാം അവസാനിച്ചിരിക്കുകയാണ്. പിന്നീട് ടോണി ഇന്നലെ നടന്ന സംഭവങ്ങളെ പറ്റി പത്രസമ്മേളനത്തിൽ പറയാൻ റെഡിയാവുകയാണ്. ഉടൻ മറ്റേ ഏജന്റ് വന്ന് ഇന്നാ നിങ്ങൾക്ക് അവിടെ സംസാരിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഈ പേപ്പറിലുണ്ട്, അതിലുള്ളതുപോലെ നോക്കി അങ്ങ് വായിച്ചാൽ മതി, ആ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു എന്നും മറ്റൊരു ദ്വീപിലായിരുന്നു എന്നുള്ള തെളിവുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇന്നലെ നടന്ന സംഭവത്തിൽ നിങ്ങൾക്ക് ഒരു പങ്കുമില്ലെന്ന് ആളുകളെ ബോധിപ്പിക്കാൻ പറ്റും എന്ന് അവർ പറയുകയും അപ്പോൾ ഇന്നലെ നടന്ന സംഭവത്തിൽ എനിക്ക് ഒരു പങ്കുമില്ലെന്ന് അറിയിക്കണം, അത്രയല്ലേ ഉള്ളൂ എന്ന് പറയുകയും അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൻ പോകാൻ നോക്കുമ്പോൾ പിന്നെ നിങ്ങൾ ചെയ്ത സഹായങ്ങൾക്കെല്ലാം വളരെ നന്ദി, നിങ്ങൾ ഏത് ഏജൻസിയിൽ നിന്നാണെന്ന് ചോദിക്കുമ്പോൾ ഷീൽഡ് എന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറയാമെന്ന്
പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോവുകയും അങ്ങനെ ടോണി പത്രസമ്മേളനത്തിൽ സംസാരിക്കാൻ റെഡി ആയിക്കൊണ്ട് ഞാനാണ് അയൺമാൻ എന്ന് ആർക്കും അറിയാത്തത് കൊണ്ട് നന്നായി, അറിഞ്ഞിരുന്നെങ്കിൽ ആളുകൾ എന്നെ കൂടുതൽ ഇഷ്ടപ്പെട്ടേനെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതുമൂലം നിങ്ങൾക്ക് അപകടങ്ങളും ഉണ്ടാവും, അതുകൊണ്ട് നിങ്ങളാണ് ആ അയൺമാൻ എന്ന് ആരും അറിയാതിരുന്നാൽ മതിയെന്ന് അവൾ പറയുകയും അങ്ങനെ അവൻ പത്രസമ്മേളനത്തിൽ സംസാരിക്കാനായി ചെന്ന് ആളുകളോട് സംസാരം തുടങ്ങും. ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങളുടെ പിന്നിൽ നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ലെന്നും ഇന്നലെ എല്ലാം തകർത്ത ആ അയൺമാൻ നിങ്ങൾ ഉണ്ടാക്കിയതല്ലെന്നും ആണോ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇവിടെ വന്നേക്കുന്നത്. ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങൾ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നാടിനെ തകർക്കാൻ വന്ന ഒരു ഭീകരനെ ഒരു അയൺമാൻ തീർത്തു എന്ന് പറയുന്നത് സത്യമാണ്. പക്ഷെ ആ അയൺമാനുമായിട്ട് എനിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് അയൺമാൻ എന്ന് അവൻ പറയുകയും എല്ലാവരും ഞെട്ടിപ്പോവുകയും ചെയ്യും. എന്നാൽ ഇവിടെ വെച്ച് ഈ സിനിമ തീർന്നിട്ടില്ല. മാർവലിന്റെ MCU സീരീസിൽപ്പെട്ട എല്ലാ സിനിമകളിലും ടൈറ്റിലെല്ലാം എഴുതി കാണിച്ച ശേഷം ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ടാവാറുണ്ട്. അതുപോലെ ഈ സിനിമയിലുമുണ്ട്. എല്ലാം കഴിഞ്ഞ് അന്ന് ടോണി വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഒരാൾ നിൽക്കുകയാണ്. നിങ്ങളാണ് അയൺമാൻ അല്ലേ, നിങ്ങളെ ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആരാന്ന് അവൻ ചോദിക്കുകയും എന്റെ പേര് നിക് ഫ്യൂരി, ഷീൽഡ് ഏജന്റിന്റെ ഡയറക്ടറാണ്, ലോകത്തിലെ ഒരേ ഒരു സൂപ്പർ ഹീറോ നിങ്ങളാണെന്നാണോ കരുതിയിരിക്കുന്നത്? എന്നാൽ അങ്ങനെയല്ല, യഥാർത്ഥത്തിൽ നിങ്ങൾ അതിലേക്ക് വരുന്നതേയുള്ളൂ. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ അവഞ്ചേഴ്സിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണെന്ന് അയാൾ പറയുന്നു. ഇവിടെ വെച്ച് സിനിമ അവസാനിക്കും. 2008 $150 മില്യൺ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമ $585 മില്യൺ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത്.